Hello friends, welcome back to my channel. അപ്പോൾ സ്നാക്സിന് നല്ല ഡിമാൻഡുള്ള ടൈമാണ്, വെക്കേഷൻ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സീസണിലുള്ള കടച്ചക്ക ഉപയോഗിച്ചുകൊണ്ടൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ട് ഓപ്ഷൻസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ടതും ഒരെണ്ണം ഷാലോ ഫ്രൈ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കടച്ചക്ക ബോൾസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കടച്ചക്ക ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വെന്ത് ചൂടാറുന്നതിന് മുമ്പ് ചക്ക എടുത്തിട്ട് അതൊരു ഫോക്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ടയും കുറച്ച് പാലും ചേർത്ത് അടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ജാതിക്കപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, സവാള, മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ, വല്ലാണ്ട് അങ്ങോട്ട് കുഴയ്ക്കാൻ പാടില്ല. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കടച്ചക്കയുടെ മിക്സ്ചർ ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കി കോട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാം. അടുത്ത ഡിഷ് കടച്ചക്ക റവ ഫ്രൈ ആണ്. ഇതിനായിട്ട് കടച്ചക്ക ഇങ്ങനെ നീളത്തിൽ തിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യട്ടെ. ഇനി റവയിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ കടച്ചക്കയുടെ പീസസ് ഇട്ടിട്ട് റവയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് കോട്ടാവണം. ഇനി ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്ത് മറിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും കുക്ക് ചെയ്ത് എടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ റവ ഫ്രൈ കടച്ചക്ക റെഡിയാണ്. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസ് എന്തായാലും ഈ സീസണിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.